welcome to Veranda Race YouTube channel. എൻ്റെ പേര് ജീനു. നമ്മൾ ഇന്ന് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ബാങ്കിങ് അവയർനെസ് ആണ്. അതിൽ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആണ്. അതായത് ബാങ്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു, പിന്നെ എസ് ബി ഐയുടെ സബ്സിഡിയറീസ് വരെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചെറിയൊരു സെഷനായിട്ടായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത പാർട്ട്, അതായത് എസ് ബി ഐയുടെ സബ്സിഡിയറീസ് മെർജ് ആയത് വരെ ആയിരിക്കും അടുത്ത പാർട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഉള്ള പാർട്ടിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ അബ്രിവിയേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ബാങ്കിങ് അവയർനെസ് നമുക്ക് ബാങ്കിന് ആവശ്യമുള്ളതെല്ലാം ഒരു പാർട്ടായിട്ട് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക്, PSC, SSC എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. ഓക്കെ, അതിനു മുൻപ് നമ്മുടെ വെരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് ഈ കാണുന്നത്. ക്ലാസ്, ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, റിപ്പ് അതായത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് ബേസിക് സർക്കിളായിരിക്കും. അതായത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരും. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടൊരു മെൻറ്റർ കൂടെ അവൈലബിൾ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവറാവും. അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആവും ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ. അത് കഴിഞ്ഞുള്ളത് എക്സ്ട്രീം സർക്കിളാണ്. എക്സ്ട്രീം സർക്കിളിൽ നമ്മൾ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്യാൻ മീൻസ് ഒരു മെറ്റീരിയൽ തരും, അതിൻ്റെ കൂടെ മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സൂപ്പർ ബാച്ചാണ്. സൂപ്പർ ബാച്ച് പ്രിലിംസ് മെയിൻസിന് വേണ്ടി അങ്ങനെയല്ല, രണ്ടും കൂടെ ആയിട്ടാണ്. അതായത് എക്സാം വരുന്ന ടൈമിലാണ് സൂപ്പർ ബാച്ച് വിളിക്കുന്നത്. സൂപ്പർ ബാച്ചിന് നിങ്ങൾക്ക് പ്രിലിംസിന് നിങ്ങൾ എങ്ങനെയാണോ ഒരു എക്സാം ഫേസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ തരും, പ്രിലിംസിൻ്റെ ടൈം തരും, ഇത്ര ടൈമിൽ തീർക്കണം എന്ന് പറയും. എന്നിട്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസും സെയിം അതുപോലെ തരും. അതായിരിക്കും സൂപ്പർ ബാച്ചിൽ നടക്കുന്നത്. പിന്നെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ആവശ്യത്തിനുള്ള സ്പീഡ്, അതായത് നമുക്ക് എത്ര സ്പീഡ് ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IBPS ക്ലർക്ക്, SBI ക്ലർക്ക് ജോലി കിട്ടും. പക്ഷേ IBPS PO, SBI PO ആണെങ്കിൽ ഇൻ്റർവ്യൂ കൂടെയുണ്ട്. അതിന് ഹെൽപ്ഫുള്ളായിട്ടാണ് 6th ലെവൽ മോക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഫസ്റ്റ് നമ്മുടെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ബാങ്കിങ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്ന SBI അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നുള്ളത് നമ്മൾ എത്തുന്നതിന് മുൻപ് ബാങ്കിങ് എന്നുള്ള കോൺസെപ്റ്റ് വന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ബാങ്കിങ് ഹിസ്റ്ററി ഡേറ്റ്സ് ബാക്ക് ടു 2000 years, which involved grain loans to farmers and traders who carried goods between cities in Mesopotamia and Babylonia. Later it was in ancient Greece and Roman Empire who added two important innovations: acceptance of deposits and the changed money. ആദ്യം എന്തായിരുന്നു? ലോൺസ് കൊടുത്തിരുന്നത് ഗ്രെയിൻസിന് വേണ്ടിയായിരുന്നു. കാരണം ആ ടൈമിൽ കൂടുതലും ഫാമേഴ്സാണുള്ളത്. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഗ്രെയിൻസിൻ്റെ ലോണൊക്കെ ആയിരുന്നു ഫാമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഏൻഷ്യൻ ഗ്രീസിലും റോമൻ എംപയറിലും എന്ത് ഇൻവെൻറ്റ് ചെയ്തത്? അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് ആൻഡ് ചേഞ്ച്ഡ് മണി. അതായത് മണി ഒരു ഡിപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആ ടൈമിലാണ് വന്നു തുടങ്ങിയത്. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ബാങ്കിങ്ങിൻ്റെ ബേസിക് എങ്ങനെയാണെന്ന് ഉള്ളത് വന്നു തുടങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ബാങ്ക് എന്നുള്ളതിൻ്റെ നമ്മുടെ ടേം എന്താണ്, അതായത് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. യൂഷ്വലി പറയുന്നത്, നമ്മളിത് ബാങ്ക് എക്സാമിന് ചോദിക്കുന്നു എന്നല്ല, യൂഷ്വലി ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ: എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ്സ് ഡിപ്പോസിറ്റ് ആൻഡ് ലെൻഡ്സ് ഇറ്റ് ടു ദ ബോറോവേഴ്സ്. അതായത്
നമ്മൾ കുറച്ചധികം മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി ഡിപ്പോസിറ്റായിട്ട് നമുക്ക് ബാങ്കിൽ ഇടാൻ പറ്റും. അതായത് ബാങ്ക് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ മണി വെച്ചിട്ടാണ്, അതായത് കുറച്ച് എക്സ്ട്രാ മണി ഉള്ള ആൾക്കാർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷാണ് മറ്റുള്ളവർക്ക്, അതായത് ആവശ്യക്കാർക്ക് വേണ്ടി ലെൻഡ് ചെയ്യുന്നത്. അതായത് എന്താ കൊടുക്കുന്നത്, ലോണായിട്ട് കൊടുക്കുന്നത്. lends it to the borrowers and allows customers to withdraw their money from the accounts by check. ചെക്ക് യൂസ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനും കൂടി സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. അതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമിന് ഇങ്ങനെയൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ബാങ്കിൻ്റെ കാര്യം ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. നമുക്ക് ഇപ്പോൾ ഏതൊക്കെ ബാങ്ക് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. എന്നാൽ ഫസ്റ്റ് ബാങ്ക്, അതായത് മോഡേൺ ബാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഫസ്റ്റ് ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ മോഡേൺ ബാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ടഡ് വിത്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ കൽക്കത്ത. നമ്മുടെ ഫസ്റ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇപ്പോൾ കൊൽക്കത്ത എന്നാണ് അറിയപ്പെടുന്നത്, കൽക്കട്ട. ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1770s ബൈ മിസ്റ്റർ അലക്സാണ്ടർ ആൻഡ് കോ, വിച്ച് സീസ്ഡ് ഓപ്പറേഷൻ ഇൻ 1832. അതായത് 1770 ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ആയി, എന്നാൽ അത് ഓപ്പറേഷൻ നിർത്തിയത് 1832 അതായത് ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞൊരു ബാങ്കില്ല. അത് 1770 തുടങ്ങി 1832 ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചു. ഓക്കെ അല്ലേ? ബേസായിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബേസായിട്ട് ഇതിൻ്റെ തുടക്കം പറയണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ കൽക്കത്ത. നമ്മുടെ ബാങ്കിന് ചോദിക്കില്ല, പക്ഷേ SSC എക്സാംസിനും PSC എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ കൽക്കട്ട. വന്ന വർഷം 1770 ആണ്. സീസ്ഡ് ഓപ്പറേഷൻസ് ഇൻ 1832. ഓക്കെ, അടുത്തത് പ്രസിഡൻസി ബാങ്ക്സ് ആണ്. The British East India Company had set up various trading posts and factories in India. They needed funds to fulfill their administrative, economic needs and also military ambitions. So they started 3 presidency banks. അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണല്ലോ ഇന്ത്യയെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റിലോട്ട് കൊണ്ടുവന്നത്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഡെവലപ്മെൻ്റ് എല്ലാം ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുവന്നതാണ്. അതായത് റെയിൽവേ ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എല്ലാം ഏകദേശം അവരുടെ ഐഡിയ തന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും എക്കണോമിക് നീഡ്സിനും വേണ്ടിയിട്ട് അവർ 3 പ്രസിഡൻസി ബാങ്ക്സ് ഇൻവെൻറ്റ് ചെയ്തു. ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബംഗാൾ ആണ് ഫസ്റ്റ് വൺ. Bank of Bengal was the first bank to be established in India in 1806. Okay, 1806. The bank was headquartered in Calcutta, now Kolkata, and was responsible for providing banking services to the British colonial government in Bengal, Bihar and Orissa. Okay, ബംഗാൾ, ബീഹാർ, ഒറീസ ഈ 3 സ്ഥലങ്ങളിലായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കാണ് കൊൽക്കത്ത. ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ കൽക്കത്ത ആയിരുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ ആണ് ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് 1806. ഇതിപ്പോൾ എന്തിനാ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ പ്രസിഡൻസി ബാങ്ക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് 3ഉം പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻവെൻറ്റ് ചെയ്ത ഫസ്റ്റ് ബാങ്കാണ് ബാങ്ക് ഓഫ് ബംഗാൾ. അടുത്തത് ബാങ്ക് ഓഫ് ബോംബെ ആണ്. ബാങ്ക് ഓഫ് ബോംബെ സ്റ്റാർട്ടഡ് ഇൻ April 15, 1840. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രസിഡൻസി ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻസി ബാങ്ക് ബാങ്ക് ഓഫ് ബംഗാൾ ആണ്. സെക്കൻഡ് ബാങ്ക് ഓഫ് ബോംബെ. അടുത്തത് ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ, ഇതാണ് 3ാമത്തെ പ്രസിഡൻസി ബാങ്ക്. July 1, 1843 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. July 1, 1843. നമ്മുടെ SSC എക്സാംസിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ബാങ്ക് ഓഫ് ബംഗാൾ 1806, ബാങ്ക് ഓഫ് ബോംബെ 1840 ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് 1843. ഇനിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ SBIയുടെ മുൻപത്തെ പേര്, അതായത് ഫസ്റ്റ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ബാങ്കാണ് ഇപ്പോൾ നമ്മൾ SBI എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് ഈ 3 ബാങ്ക്സ്, അതായത് പ്രസിഡൻസി ബാങ്ക്സ് ആയിട്ടുള്ള
ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് അമാൽഗമേറ്റ് ചെയ്ത്, അതായത് മേർജ് ചെയ്താണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. ഓക്കെ, formed amalgamation of these three presidency banks in January 27, 1921. 1921 January 27-നാണ് നമ്മൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഇതുപോലെ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് അമാൽഗമേറ്റ് ചെയ്താണ് ഉണ്ടാക്കിയത്. അമാൽഗമേഷൻ മീൻസ് മേർജ് ചെയ്താണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത്. അത് കഴിഞ്ഞ് in 1955 this banks was nationalized and renamed as SBI. അതായത് നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. അതായത് അതിന് ഗവൺമെൻറ് അല്ല അത് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്, അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1955 നമ്മുടെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തു, പിന്നെ അതിന് SBI എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ അല്ലേ? അടുത്തത്, ദസ് SBI ഈസ് ദ ഓൾഡസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എമംഗ് ദ ബാങ്ക്സ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. അപ്പം നമ്മളിപ്പം നോക്കിയ ബാങ്ക്സിൽ, അതായത് നമ്മൾ ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കിയതിൽ SBI മാത്രമേ ഇപ്പോഴും ഓപ്പറേഷൻ ഉള്ളതായിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ SBI ഈസ് ദ ഓൾഡസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എമംഗ് ദ ബാങ്ക്സ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. ഏറ്റവും ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്, പക്ഷേ SBI ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബാങ്ക്സ് ആണ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. ഓക്കെ, അടുത്തത് അതർ നോട്ടബിൾ ബാങ്ക് സ്റ്റിൽ ഓപ്പറേറ്റിംഗ്. SBI അല്ലാതെ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ട SSC എക്സാംസിന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ബാങ്ക്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 1894 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ലാഹോർ ഇൻ പഞ്ചാബ് പ്രൊവിൻസ് ബൈ ലാല ലജ്പത് റായ്, ബാബു പുരുഷോത്തം ലാൽ ടാൻഡൻ, S. ദയാൽ സിംഗ് ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഫൗണ്ട് ചെയ്തത് ലാല ലജ്പത് റായ്, ബാബു പുരുഷോത്തം ലാൽ ടാൻഡൻ, S. ദയാൽ സിംഗ് ആൻഡ് അതേഴ്സ്. ഓക്കെ, 1894 പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻ ലാഹോർ, പഞ്ചാബ്. Okay, it was the first bank purely managed by Indians. Indians മാനേജ് ചെയ്ത ഫസ്റ്റ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. കാരണം എന്താണ്, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ 3 പ്രസിഡൻസി ബാങ്ക്സ് അമാൽഗമേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. എന്നാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക, പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബാങ്ക് പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് 1911 എന്തായി, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ CBI, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് wholly owned and managed by Indians. ഫസ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് CBI ആണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1911. Okay, the bank also known as first truly Swadeshi Bank of India. Truly Swadeshi Bank, first truly Swadeshi Bank എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഫൗണ്ടഡ് ബൈ സർ സൊറാബ്ജി പൊച്കനവാല ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ചെയർമാൻ വാസ് സർ ഫെറോസെ ഷാ മേത്ത. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ചിലപ്പോൾ SSC എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ബാങ്കിന് ആവശ്യമില്ല. അടുത്തത് അതർ നോട്ടബിൾ ബാങ്ക്സ് നൗ നോട്ട് ഓപ്പറേറ്റിംഗ്, അതായത് ഇപ്പോൾ ഓപ്പറേഷനിലില്ലാത്ത, അതായത് അതിൻ്റെ ഫങ്ഷൻസ് സീസ് ചെയ്തിട്ടുള്ള അതർ ബാങ്ക്സ്. 1839 യൂണിയൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, 1839 യൂണിയൻ ബാങ്ക് എന്നുള്ള പേരിലൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് 1869 ബാങ്ക് ഓഫ് അപ്പർ ഇന്ത്യ ഫെയിൽഡ് ഇൻ 1913. 1863 തുടങ്ങി ബാങ്ക് ഓഫ് അപ്പർ ഇന്ത്യ ഫെയിൽ ആയത് 1913. അടുത്തത് 1881 ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് അറ്റ് ഫൈസാബാദ് ഫെയിൽഡ് ഇൻ 1858. ജസ്റ്റ് ഇയേഴ്സും പേരും നോക്കി വെച്ചിരുന്നാൽ മതി. 1881 ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് അറ്റ് ഫൈസാബാദ് ഫെയിൽഡ് ഇൻ 1958. അടുത്തത് ഫസ്റ്റ് ബാങ്ക് ടു ഓപ്പൺ ഫോറിൻ ബ്രാഞ്ച് ലണ്ടനിൽ 1946 ഒരു ഫോറിൻ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ,
ഫൗണ്ടഡ് ആസ് എ പ്രൈവറ്റ് എൻറ്റിറ്റി ഇൻ 1906 പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫസ്റ്റ് ഫോറിൻ ബ്രാഞ്ച്. 1946 ഫസ്റ്റ് ഫോറിൻ ബ്രാഞ്ച് കൊണ്ടുവരുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നോക്കി വയ്ക്കുക. അടുത്തത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻ 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ഫൗണ്ടഡ് ഫിനാൻസ് പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻവെൻറ്റ് ചെയ്യുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഈ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിനെയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് നമ്മൾ പൊതുവേ പറയുന്നത്. ഇതിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് ഇൻ 1926. ഓക്കെ, അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ആൻഡ് മെയ്ഡ് റെക്കമെൻഡേഷൻ ടു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ ക്രിയേഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. ക്രിയേഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക്, ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനല്ല, ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത് 1926. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ടു സെപ്പറേറ്റ് ദ കൺട്രോൾ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സ്ട്രെസ് കുറച്ചിട്ട് കറൻസിയും ക്രെഡിറ്റും തമ്മിലുള്ള കൺട്രോൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് ടു ഓഗ്മെൻറ്റ് മീൻസ് സ്റ്റാർട്ട്, ടു ഓഗ്മെൻറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ത്രൂ ഔട്ട് ദ കൺട്രി. ബാങ്കിങ് ഫെസിലിറ്റി കൺട്രിയിൽ ത്രൂ ഔട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓഗ്മെൻറ്റ് മീൻസ് സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ടു ഓഗ്മെൻറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ത്രൂ ഔട്ട് ദ കൺട്രി. അടുത്തത് എന്തിനൊക്കെയാണെന്ന് നോക്കി. ടു സെപ്പറേറ്റ് ദ കൺട്രോൾ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് to augment banking facilities throughout the country. ഓക്കെ അല്ലേ? അടുത്തത് ഫൈനലി ഓൺ April 1st 1935, ഇതിപ്പോൾ 1926 ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വന്നതാണ്. അത് കഴിഞ്ഞ് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഓൺ April 1st 1935 RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആ റെക്കമെൻഡേഷൻ കഴിഞ്ഞ് 1935 RBI എസ്റ്റാബ്ലിഷ് ആവുന്നത് വയ RBI ആക്ട് ഓഫ് 1934. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിക്കുക RBI ആക്ടിൻ്റെ ഇയർ ആയിരിക്കും. RBI ആക്ട് 1934 ആണ്, പക്ഷേ എസ്റ്റാബ്ലിഷ് ആയത് April 1st 1935 ആണ് ആസ് എ ബാങ്ക് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ടാണ് RBIയെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് ഇനി അടുത്ത ഇമ്പോർട്ടൻസ് വരുന്നത് 1951 1951 എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇംപ്ലിമെൻറ്റഡ് ഇറ്റ്സ് 5-year പ്ലാൻ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് നേഷൻ. ഇതാണ് ബാങ്കിങ്ങിൻ്റെ തുടക്കം എന്ന് പറയാം. കാരണം ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ 5-year പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊണ്ടുവരുന്നു. അതാണ് നാഷണലൈസേഷന് കാരണമാവുന്നത്. അപ്പോൾ 1951 ഇന്ത്യ ഇംപ്ലിമെൻറ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് 5-year പ്ലാൻ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 5-year പ്ലാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരികയാണ് 1951. അത് കഴിഞ്ഞ് 1955 SBI വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1955 അണ്ടർ SBI ആക്ട്. SBI ആക്ട് പ്രകാരം SBI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1955. അത് കഴിഞ്ഞ് 1959 enabling SBI to take over 5 major former state associate banks as its subsidiaries. അടുത്തത് സബ്സിഡിയറി ആയിട്ട്, അതായത് മുൻപ് കുറച്ച് 2018 നമുക്ക് SBIക്ക് കുറച്ച് സബ്സിഡിയറീസ് ഉണ്ടായിരുന്നു. SBI മാത്രമല്ലായിരുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഇങ്ങനെ ഒരു 5 സ്റ്റേറ്റ് അസോസിയേറ്റ് ബാങ്ക്സ് എനേബിൾ ചെയ്തത്, SBIക്ക് എനേബിൾ ചെയ്തത് 1959 അടുത്തത് അത് എപ്പോൾ മെർജ് ചെയ്തു എന്നുള്ളത് നമ്മൾ അടുത്ത പാർട്ടിൽ നോക്കും. അപ്പോൾ ഇത്രയും നോക്കുക. 1951
ഇംപ്ലിമെൻറ്റഡ് ഫസ്റ്റ് 5-year പ്ലാൻ. അപ്പോൾ ഈ ഫസ്റ്റ് 5-year പ്ലാൻ കാരണമാണ് നമുക്ക് നാഷണലൈസേഷനും ഇത്രയും ബാങ്ക്സും ബാങ്കിങ്ങിൽ ഇത്രയും ഡെവലപ്മെൻറ്റും ഉണ്ടായത്. അപ്പോൾ ഈ ഇയർ മറക്കരുത്, 1951. അടുത്തത് 1955 SBI വന്നു. 1959 അതിന് അസോസിയേറ്റ് ബാങ്ക്സ് വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇത്ര മാത്രമേ നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നുള്ളൂ. ഇനിയുള്ളത് നമ്മുടെ മെർജിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നാഷണലൈസേഷനിൽ ഏതൊക്കെ ബാങ്ക്സ് വന്നു എന്ന് നോക്കും. അത് കഴിഞ്ഞ് അതിൽ ഏതൊക്കെയോ ബാങ്ക്സ് കുറച്ച്, അതായത് ദേന ബാങ്ക് വേറൊരു ബാങ്കുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട് ഈ റീസെൻ്റായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാങ്കിങ് സിസ്റ്റത്തിൽ ഓരോ അബ്രിവിയേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള കുറച്ച് വേർഡ്സ്, അതല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോ റേറ്റ് എന്താണ്, അതെല്ലാം നമുക്ക് നോക്കാം പാർട്ടായിട്ട്. അപ്പോൾ ബാങ്കിങ് അവയർനെസ്സിൽ നമുക്ക് RBIക്ക് ആണെങ്കിലും എല്ലാ എക്സാമിനും ബാങ്കിങ് അവയർനെസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പാർട്ടെല്ലാം കാണുക. അടുത്ത പാർട്ടിൽ കാണാം. അപ്പോഴത്തേക്കും താങ്ക് യു.